ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഡയമെൻഷൻ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഇവിടെ ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലുള്ള 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ അല്ല. അത് ആക്സിസിലുള്ള സ്പേഷ്യൽ ഡയമെൻഷൻ. ഇത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അതിനെന്താ ഒരേ പേര് വരാൻ കാരണം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനെ ഡയമെൻഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഒരു ക്വാണ്ടിറ്റി ബേസ് ക്വാണ്ടിറ്റീസ്, അതായത് ലെങ്ത്ത്, മാസ്, ടൈം അതുപോലുള്ള ബേസ് ക്വാണ്ടിറ്റീസുമായിട്ടുള്ള റിലേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അതാണ് ഡയമെൻഷൻ. നമുക്കിപ്പോൾ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലെങ്ത്ത്, ടൈം, മാസ്, അതിൻ്റെ ഡയമെൻഷനെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഡയമെൻഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടുകൊണ്ടാണ്. അങ്ങനെ ആണ് ഡയമെൻഷനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇടുമ്പോൾ ചിലപ്പോൾ അതില്ലാന്നും വരും. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ M ആണ്. ലെങ്ത്തിൻ്റേത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് L ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് T ആണ്. ഇങ്ങനെയാണ് ഡയമെൻഷൻ അനാലിസിസ് വരുന്നത്. ഇനി കറണ്ടിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് IO AO ഞാനത് ഓർക്കുന്നില്ല, I ആണെന്ന്. നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം നോക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാം. ഫോഴ്സ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് F = ma ആണ്. അപ്പോൾ m മാസാണ്. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ. ഇത് കഴിഞ്ഞ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ലെങ്ത്ത് ബൈ ടൈം സ്ക്വയർ ആണ്. ലെങ്ത്ത് ബൈ ടി സ്ക്വയർ. അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ല, mL T⁻⁻². ഇങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ. ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ. ഇതിൽ നമുക്ക് യൂണിറ്റ്സ് എഴുതാം. കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ്⁻². അപ്പോൾ നമ്മൾ ഈ ഡയമെൻഷൻ ഫോർമുലയിൽ നിന്ന് നമ്മളതിൻ്റെ യൂണിറ്റ് എന്താണോ അത് നമ്മൾ എഴുതി. ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് റൂൾ ഓഫ് ഹോമോജിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വേഷൻ നമുക്കുണ്ടെങ്കിൽ അതിലുള്ള ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ എല്ലാം സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ട ഫോർമുലയിൽ ഈ സൈഡിലുള്ള ഡയമെൻഷനും ഇവിടെയുള്ളതിൻ്റെ ഡയമെൻഷനും സെയിം തന്നെയായിരിക്കും. വേറെ എക്സാമ്പിൾ ഉണ്ട്. S = ut + half at² എന്നൊരു ഫോർമുല ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഹാഫ് എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ ഒന്നുമില്ല. എസിൻ്റെ ഡയമെൻഷൻ L ആണ്. യുവിൻ്റെ ഡയമെൻഷൻ L/T ആണ്. ടിയുടെ ഡയമെൻഷൻ T ആണ്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ L തന്നെ വരും. ഇനി ഹാഫിൻ്റെ ഡയമെൻഷൻ ഇല്ല. എയുടെ ഡയമെൻഷൻ L/T² ആണ്. T² ഡയമെൻഷൻ T². രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിയും. അപ്പോൾ ഇവിടെ L വന്നു, ഇവിടെ L വന്നു, ഇവിടെ L വന്നു. ഈ പ്ലസ്, ഈക്വൽസ്, മൈനസ് അതുള്ളിടത്താണ് ടേംസ് തിരിയുക എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ അവിടെ ടേംസ് തിരിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എല്ലായിടത്തും L തന്നെ വന്നു. ഇനി വേറൊരു ഇക്വേഷൻ നോക്കാം. hν = hν0 +
12mv². ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എനർജി ടൈമാണ്, ഇതൊരു എനർജി ടൈമാണ്, ഇത് കൈനറ്റിക് എനർജിയാണ്, അതുകൊണ്ട് അതൊരു എനർജി ടൈമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡയമെൻഷനും സെയിം തന്നെയാണ്, യൂണിറ്റ്സും സെയിം തന്നെയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഡയമെൻഷൻ അനാലിസിസ് വഴി ഇത് കണ്ടുപിടിക്കാം. ഡയമെൻഷൻ അനാലിസിസ് നമ്മുടെ ഇക്വേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്, ഇപ്പോൾ നമുക്ക് ചക്കയുടെയും മാങ്ങയുടെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ തേങ്ങയുടെ എണ്ണം കിട്ടില്ല എന്നുള്ള ആ ബേസിക് ലോജിക്ക് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഒരു ലെങ്ത്തും വേറൊരു ലെങ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു ലെങ്ത്ത് കിട്ടുകയുള്ളൂ. ഒരു മാസം ഒരു ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലെങ്ത്ത് കിട്ടില്ല. അപ്പം അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത്. ഇക്വേഷൻ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ തെറ്റാണെന്നാണ് അർത്ഥം. പക്ഷേ ഡയമെൻഷൻ അനാലിസിസ് ശരിയായെന്ന് വിചാരിച്ച് ആ ഇക്വേഷൻ ശരിയായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അതിൽ കോൺസ്റ്റൻസ് ഉണ്ടാവാം. അതിൻ്റെ ഡയമെൻഷനെ പറ്റി നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിനുണ്ട്. അതുപോലെ ആംഗിൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആംഗിൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ലെങ്ത്ത് ബൈ ലെങ്ത്ത് ആണ്. അപ്പോൾ ഇതിന് ഒരു ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷൻ 1 ആണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ 1 ആയിട്ടുള്ള കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം ഡയമെൻഷൻ 1 ആണ്. അങ്ങനെയുള്ള കേസസിലൊന്നും നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റില്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളപ്പോൾ, ലോഗരിതമിക് ഫംഗ്ഷൻ ഉള്ളപ്പോൾ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉള്ളപ്പോൾ അവിടെ എല്ലാം അതിൻ്റെ ആർഗ്യുമെൻറ്റിൽ കിടക്കുന്നത് ഡയമെൻഷൻ 1 ആയിരിക്കണം. ഇപ്പോൾ സൈൻ ടി എന്ന് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. ടിയുടെ ഡയമെൻഷൻ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ ഇല്ലാതാക്കാൻ നമ്മൾ ഒമേഗ എന്നുള്ള വാല്യൂ കൂടെ ചേർക്കും. ഒമേഗയുടെ ഡയമെൻഷൻ 1/t ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ 1 ആയി പൊക്കോളും. അതുപോലെ ലോഗരിതം എഴുതുമ്പോഴും അതിൻ്റെ ആർഗ്യുമെൻറ്റിൽ കിടക്കുന്നത്, ഇതിൻ്റെ അകത്ത് കിടക്കുന്നതിൻ്റെ ഡയമെൻഷൻ 1 ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇതിൻ്റെ ഡയമെൻഷനും 1 ആയിരിക്കണം. അങ്ങനെ ചില ബേസിക് റൂൾ അതായത് ഫങ്ഷൻസിനുണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാം വരുന്ന സമയത്ത് നമ്മുടെ ഡയമെൻഷൻ അനാലിസിസ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫോർമുലയിൽ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം പീരീഡും മാസും ലെങ്ത്തും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ബോബ് റേസ് ടു എ. ഈ റേസ് ടു 1 ആണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഏതെങ്കിലും ഒരു വാല്യൂ എ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ലെങ്ത് റേസ് ടു ബി, ജി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ജി എന്ന് തന്നെ ഞാനിപ്പോൾ എഴുതുന്നു. റേസ് ടു സി. ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ സൈൻ ആക്കിയിട്ടൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാസ് റേസ് ടു എ, ലെങ്ത് റേസ് ടു ബി, ജിയുടെ ഡയമെൻഷൻ ലെങ്ത് റേസ് ടു സി, ടി റേസ് ടു -2c. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ മുമ്പ് ആക്സിലറേഷൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് റേസ് ടു -2. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഇത് തന്നെ വരും. ഇതിൻ്റെ അനാലിസിസ് നടത്തി കഴിയുമ്പോൾ കിട്ടുന്നത് 2c എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഇവിടെ ഡയമെൻഷൻ രണ്ടിടത്തും സെയിം ആവണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ പവറും സെയിം തന്നെ ആയിരിക്കണം. ഇത് നമ്മൾ എഴുതുന്നു c = -1/2 എന്ന്. ഇനി a⁴n + a⁴m = a⁴m + n എന്നുള്ള ഫോർമുല വെച്ച്
ബി പ്ലസ് സി ഈക്വൽ 0 എന്ന് നമുക്ക് എഴുതാം. കാരണം ഇവിടെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ലെങ്ത് റേസ്റ്റ് 0 ആണ് ഇവിടെ, അതുപോലെ തന്നെ മാസ് റേസ്റ്റ് 0 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ എയുടെ കൂടെ വേറെ ഒന്നുമില്ല, എ ഈക്വൽസ് 0 എന്ന് നമുക്ക് എഴുതാം. ഇനി സി നമുക്ക് കിട്ടിയായിരുന്നു -1/2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽസ് +1/2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം ടി ഈക്വൽസ് കെ ഇൻറ്റു ലെങ്ത്ത് റേസ്റ്റ് 1/2 ബൈ ജി റേസ്റ്റ് 1/2 എന്നാണ്. ഈ കെയുടെ വാല്യൂ പിന്നെ കണ്ടുപിടിച്ചത് 2π ആണ്. അപ്പോൾ √L/g എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി വേറൊരു ആപ്ലിക്കേഷനാണ് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ചില കേസിൽ ഡയമെൻഷൻ ഒന്നും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം നമുക്ക് വരും. അതുപോലുള്ള കേസിലെല്ലാം ഈ ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്.